ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 116 എപ്പിസോഡുകളിലായി 31 സങ്കീർത്തനങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ തുടർച്ചയായി ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവം നമ്മൾക്ക് അവസരം തന്നു. നാം അനേകം തവണ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന സത്കീർത്തനങ്ങളാകുന്ന സങ്കീർത്തനങ്ങൾ വീണ്ടും ഉറവ പറ്റാത്ത ശ്രേഷ്ഠമായൊരനുഭവമായി നമ്മുടെയൊക്കെ ജീവിതത്തിന് മുന്നിലുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും വായിക്കാം, പഠിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥനാ വിഷയങ്ങളായി മാറ്റാം, പ്രാർത്ഥനയ്ക്കായുള്ള പ്രാർത്ഥനാ മന്ത്രണങ്ങളായി ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ സങ്കീർത്തനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സങ്കീർത്തനങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ആഴമേറിയ വേദശാസ്ത്രമുണ്ട്, ചരിത്രവും ചരിത്രാതീത വർണ്ണനകളുമുണ്ട്, പൗരോഹിത്യ നൽവരത്തെപ്പറ്റിയുള്ള വ്യാഖ്യാനമുണ്ട്, രാഷ്ട്രീയമായി, ആത്മീയമായി, സാംസ്കാരികമായി, സാമൂഹ്യമായ വിശകലനങ്ങളുണ്ട്, അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ധ്യാനങ്ങളും പ്രാർത്ഥനകളുമുണ്ട്. പ്രാർത്ഥനയും ധ്യാനവും ചിന്താധാരകളും ആശയങ്ങളും ഗാനരൂപത്തിൽ പൂർവ്വപിതാക്കന്മാർ സംവേദിപ്പിച്ചത് ഇന്നും നമ്മുടെ ജീവിതത്തിന് ഒരനുഭവമായി മാറിയിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ പ്രാർത്ഥനാ വരികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വേദശാസ്ത്ര സംഹിതകൾ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. പക്ഷേ എത്രമാത്രം വേദനയിലും നിരാശയിലും രോഗത്തിലും ദുഃഖത്തിലും സങ്കീർത്തനങ്ങളെ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനും സാധിക്കും, അതിനവസരമുണ്ടെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ എപ്പിസോഡിൽ 32 സങ്കീർത്തനം ഞാൻ ആമുഖമായിട്ട് ഒന്ന് വായിക്കുകയാണ്. 11 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. ദാവീദ് രാജാവിൻ്റെ തന്നെ ശ്രേഷ്ഠമായ ഒരു സങ്കീർത്തനമാണിത്. 51 സങ്കീർത്തനം അനുതാപ സങ്കീർത്തനമായി ശ്രേഷ്ഠമായി നമ്മൾ കാണുന്നത് പോലെ വീണ്ടും അതിശ്രേഷ്ഠമായ മറ്റൊരു അനുതാപ സങ്കീർത്തനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഈ സങ്കീർത്തനത്തിലുമുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കാപഠ്യമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ ശക്തി വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ അകൃത്യം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങൾ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിന്നെ അഭ്യസിപ്പിക്കും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിന്നെ ഉപദേശിക്കും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദേ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവീൻ, ഹൃദയപരമാർത്ഥികളായ ഏവരുമേ ഘോഷിച്ചുല്ലസിക്കുവീൻ. ഈ സങ്കീർത്തന ഭാഗം അനുതാപത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ഒരു സമ്മിശ്ര ഭാവമാണ്. ഇതിൽ ഭക്തൻ യഹോവയോട് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും സമർപ്പണങ്ങളുമുണ്ട്.
ഭക്തനോട് സർവശക്തൻ നൽകുന്ന മറുപടികളുണ്ട്. ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും പ്രതിഫലനമായി ഭക്തൻ തിരിച്ചറിഞ്ഞ സാക്ഷ്യങ്ങളും ഇതിൻ്റെ അകത്തിലുണ്ട്. ആദ്യത്തെ 4 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ആധുനിക ലോകത്തിൽ ഭാഗ്യാവസ്ഥ പല രീതിയിലുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞു തുടങ്ങിയ അഷ്ടഭാഗ്യാവസ്ഥകളുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഒരുപക്ഷെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ സമ്പന്നനാകണമെന്നില്ല, ബുദ്ധിമാനാകണമെന്നില്ല, ലോകദൃഷ്ടിയിൽ ജയിച്ചവനാകണമെന്നുമില്ല. ഒരുപക്ഷെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ പരാജിതനായിരിക്കാം, അവൻ ഏകാന്തനായിരിക്കാം, ബുദ്ധി കുറഞ്ഞവനായിരിക്കാം, സാമാന്യമായ ഭൗതിക ബോധ്യങ്ങൾ കുറവുള്ളവനായിരിക്കാം. നമ്മളുടെ മുൻപാകെ സർവശക്തനായ ദൈവം ഒരു സ്വർഗീയമായ അനുഭവം തുറന്നു കാണിക്കുകയാണ്. ഭാഗ്യവാനായിട്ടുള്ളവന് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയിരിക്കും. ലംഘനം ക്ഷമിക്കാതെയും പാപം മറയ്ക്കാതെയും ഇരിക്കുന്നവൻ മിടുക്കനും സമർത്ഥനുമാണെങ്കിലും ലോകം അവനെ ശ്രേഷ്ഠനെന്ന് കണക്കാക്കിയാലും അവൻ ഭാഗ്യവാനല്ല. എന്താണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന അവസ്ഥ? ലംഘനമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കാണിക്കുന്ന അനുസരണക്കേട്, നിയമലംഘനങ്ങൾ, സാക്ഷ്യമില്ലാത്ത അനുഭവം. ലംഘനം, ആ വാക്കിൽ തന്നെ ശ്രേഷ്ഠമായൊരർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലും സാക്ഷ്യത്തിലും ധാർമ്മിക പ്രമാണങ്ങളിലും ബലഹീനതകൾ വരുന്നു, കുറവുകൾ വരുന്നു. അത് അടിസ്ഥാനപരമായ ഒരു ബലഹീനതയായി നിലനിൽക്കുന്നു. പാപമെന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടൻ്റ് എഫക്റ്റാണ്. ലംഘനമെന്ന് പറയുന്നത് പാപം ചെയ്യുവാനുള്ള പ്രേരണയാണ്. ലംഘനമെന്ന് പറയുന്നത് പാപത്തിലേക്ക് നയിക്കുന്നതാണ്. ലംഘനമെന്ന് പറയുന്നത് പാപത്തിന് അടിത്തറയും അസ്ഥിവാരവും ഇടുന്നതാണ്. പക്ഷെ അതിൻ്റെ 2ാം ഭാഗമാണ് പാപമെന്ന് പറയുന്ന അനുഭവം. അപ്പം ഉറച്ച അസ്ഥിവാരം ഇട്ടിട്ടില്ല, തിരിച്ചറിവ് വന്നിട്ടില്ല, നന്മയിലേക്ക് പോയിട്ടില്ല, ബലഹീനതകൾ പറ്റി. അതായത് അവിടെ ഒരു വലിയൊരു കീഴടങ്ങലുണ്ടായി. അപ്പം കീഴടങ്ങലിന് വേണ്ടി, നാശത്തിന് വേണ്ടിയുള്ള പ്രേരണയും ആ പ്രേരണയുടെ ഫലമായ വീഴ്ചകളും ലംഘനമെന്ന പദവും പാപമെന്ന പദവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള പ്രേരണ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോഴും ദൈവം അതിനെ ക്ഷമിച്ചു കൊടുക്കുകയാണ്. കായീൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവൻ്റെ മനസ്സിലേക്ക് ആ ലംഘനത്തിൻ്റെ റൂട്ട് വന്നു കഴിഞ്ഞു, ആശയ സംഹിതകൾ വന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെ സഹോദരനായ ഹാബേലുമായി നിലത്തിലേക്ക് പോകും, അവിടെ വെച്ച് ഞാൻ അവനെ ചതിച്ചു കൊല്ലും. സാധുവായ ഹാബേൽ അതറിഞ്ഞില്ല, നിർമ്മലനായ ഹാബേൽ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, കായേൻ ഹാബേലിനോട് പറയുകയാണ്, നമുക്ക് നിലത്തിലേക്ക് പോകാം, വയലിലേക്ക് പോകാം. ആ വയലിലേക്ക് പോകാമെന്ന് പറയുന്നതിന് മുൻപ് തന്നെ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ആലോചനയിൽ ബലഹീനത ചെയ്യുവാൻ തക്കവണ്ണമുള്ള എല്ലാ അടിത്തറയും സാത്താൻ ഇട്ട് കഴിഞ്ഞു. സാത്താനേക്കാൾ ക്രൂരമായി മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. സുറിയാനി പിതാക്കന്മാർ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പാമ്പാക്കുട നമസ്കാരം നിത്യാരാധനാ ക്രമത്തിലും അതോടൊപ്പം തന്നെ വലിയ നോയമ്പിലെ പ്രാർത്ഥനകളിലും എപ്പോഴും പറയാറുണ്ട്, ഞാൻ പാപം ചെയ്യുന്നു, ഞാൻ സ്വന്തമായിട്ട് തെറ്റിപ്പോയി, എന്നിട്ട് ഞാൻ സാത്താനിൽ കുറ്റം ആരോപിക്കുന്നു. അതായത് സ്വയം പാപമാണെന്നറിയാം, ബലഹീനതയാണെന്നറിയാം, എന്നിട്ടും സാത്താനിൽ പ്രേരണാക്കുറ്റം ചുമത്തുന്നു. ഇവിടെ കായേനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അവന് ലംഘനത്തിൻ്റെ അടിത്തറ അവിടെ വന്നു കഴിഞ്ഞു. പക്ഷേ ആ പാപം ചെയ്യുന്നതിന് മുൻപുള്ള ലംഘനം
അവൻ ചെയ്ത ബലഹീനത അത് ക്ഷമിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ദൈവത്തിൽ നിന്ന് ക്ഷമിച്ച് കിട്ടിയിരുന്നെങ്കിൽ, മനസ്സിൽ അങ്ങനെ ഒരു ബലഹീനത വന്നപ്പോൾ ദൈവത്തെ സമീപിച്ചിരുന്നുവെങ്കിൽ അത് ക്ഷമിച്ച് കിട്ടിയേനെ. നിങ്ങളും ഞാനും ചിന്തിക്കേണ്ട കാര്യമാണ്. കായൻ മനസ്സിൽ എന്തുമാത്രം ചിന്തിച്ചു, എന്തൊക്കെ അവൻ ചിന്തിച്ചു കൂട്ടി. ഞാൻ എൻ്റെ സഹോദരനെ മധുരവാക്കുകൾ കൊണ്ട്, ഭാഷണങ്ങൾ കൊണ്ട് ആകർഷിച്ചിട്ട് അവനെ ഞാൻ വയലിലേക്ക് നയിക്കും. അപ്പോൾ അവനെ എങ്ങനെ സമീപിക്കണം, അത് മനസ്സിൽ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലൂ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞു, അടിത്തറ ഇട്ട് കഴിഞ്ഞു. ഞാൻ അവനെ സമീപിക്കും. എന്ത് വിളിക്കും? സഹോദര എന്ന് വിളിക്കും, സ്നേഹത്തോടെ വിളിക്കും. അല്ല, നിന്നെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോകാമെന്നൊന്നും പറയത്തില്ല. മധുരവാക്കുകൾ കൊണ്ടവനെ ആകർഷിക്കണമെന്നുള്ളതിൻ്റെ ഒരു അടിത്തറ ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് വയലിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ നടക്കണമെന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞു. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെ അവനെ കൊല്ലണമെന്നുള്ള പ്രേരണ മനസ്സിൽ ചെലുത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ തയ്യാറെടുപ്പാണ്. ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓർത്തോണം. നന്മ ചെയ്യുവാനും ഉയരുവാനുമുള്ള പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നത് പോലെ പാപം ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ വലുതാണ്. അതിനൊരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഓരോന്ന് ആലോചിച്ചു കൂട്ടും. അങ്ങനെയാ തൻ്റെ സഹോദരനെ സ്നേഹത്തോടെ, സഹോദര വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ആ വയലിൽ വെച്ച് അവനെ കൊല്ലുന്നു, മൃഗീയമായ രീതിയിൽ കൊല്ലുന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ആഴ്ചയിൽ, കഷ്ടാനുഭവ ആഴ്ചയിൽ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥതയിൽ, രഹസ്യ പ്രാർത്ഥനയിലും പരസ്യ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു സംഭാഷണത്തെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. അല്ലയോ സഹോദര, നീ എന്നെ എന്തിനാ കൊല്ലുന്നത്? ഞാൻ നിന്നോട് എന്ത് പിഴച്ചു? ഹാബേൽ കായിനോട് സംസാരിക്കുന്ന രീതിയിലുള്ളത് അത് പാട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും ഒക്കെ, ഗദ്യമായും പദ്യമായും ഒക്കെ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എപ്പോഴും ഓർത്തോണം, പാപം ചെയ്യുവാൻ വേണ്ടി മനുഷ്യൻ കാണിക്കുന്ന ചില അനുസരണക്കേടുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിസ്സാരമായിട്ടെടുക്കും. ഇന്നത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ആലോചിച്ചാൽ എന്താണ് കുഴപ്പം? ചിന്തിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു വലിയ പാപം ചെയ്യുന്നതിന് മുൻപ് കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് മനസ്സിൽ കയറി വരുന്നത്. അരുതാത്തത് ചിന്തിക്കുവാനും പറയുവാനുമുള്ള പ്രേരണകൾ, അതിൻ്റേതായ അടിത്തറകൾ, അതിൻ്റേതായ ദുർഗന്ധങ്ങൾ ഒരുപക്ഷെ നമുക്ക് സുഗന്ധമായി തോന്നും. പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യന് യഥാർത്ഥമായി നഷ്ടപ്പെടുന്നത് കാഴ്ച കുറയും, കേൾവി കുറയും, സുഗന്ധം കുറയും. എന്ത് തെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ന്യായീകരിക്കും, എന്ത് ബലഹീനതകൾ രൂപപ്പെടുത്തുന്നതിനെയും നമ്മൾ നിസ്സാരവൽക്കരിക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, അങ്ങോട്ട് പോകണ്ടെന്ന് മനസ്സ് പറയുമ്പോൾ പോകണമെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പ്രേരണയുണ്ട്, ഒരു ദുഷ്പ്രേരണയുണ്ട്, ഒരു അശുദ്ധിയുടെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ലംഘനം ക്ഷമിച്ച് കിട്ടണം. ലംഘനം ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ വേണം. അതെങ്ങനെ ക്ഷമിക്കും ദൈവം? അനുതാപ കണ്ണുനീരാൽ സൃഷ്ടി ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവം അത് ക്ഷമിച്ചു കൊടുക്കും. നേർച്ച കാഴ്ചകൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ പ്രതാപം കൊണ്ടോ ലംഘനം ക്ഷമിക്കുകയില്ല. അങ്ങനെ ദൈവം ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഉന്നതന്മാരെല്ലാം നിർമ്മലന്മാരായേന്, സമ്പന്നന്മാരെല്ലാം പ്രതാപവാന്മാരായേന്. അങ്ങനെ ക്ഷമിക്കത്തില്ല. ആരൊക്കെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവൻ്റെയൊക്കെ ലംഘനം ക്ഷമിച്ചിട്ടുണ്ട്. അയ്യോ മഹാപാപിയെ, എന്നോട് കരുണ തോന്നണമേ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ലംഘനക്ഷമയ്ക്ക് ഹേതുവായിത്തീരും. ലംഘനം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഓർത്തോണം, കർത്താവിൻ്റെ ക്ഷമയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ക്ഷമ പോലെയല്ല. മനുഷ്യൻ്റെ ക്ഷമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ പീരീഡിലേക്ക് മാത്രമാണ്. ഞാനിപ്പോൾ ഒരാളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ പിന്നീട് അത് ഓർക്കുമ്പോൾ മനസ്സിൽ നിന്ന് കുത്തി വരും, മനസ്സിനെ വേദനിപ്പിക്കും. ആ വേദനകളും നൊമ്പരങ്ങളുമൊക്കെ ഒരുപക്ഷെ പ്രതികാരമായി അവനോട് പ്രവർത്തിച്ചില്ലെങ്കിലും ആ മനുഷ്യൻ്റെ ബലഹീനതകൾ കാണുമ്പോൾ അവൻ എന്നോട് അങ്ങനെ ചെയ്തു എന്നൊരു നിമിഷമെങ്കിലും അറിയാതെ മനസ്സിൽ ചിന്തിച്ചു പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബലഹീനതകൾ അതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമ അതല്ല, മറന്ന് ക്ഷമിക്കുക. അതായത് ക്ഷമിച്ചാൽ പോലും ഇന്ന് ക്ഷമിക്കുക എന്ന് പറയുന്നത് മറന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കും. വീണ്ടും പറയുകയാണ്, പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പാപം മറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നറിയത്തില്ല. ലോകത്തിൻ്റെ നീതി പറയുന്നത്
ഒന്നും മറയ്ക്കാൻ പാടില്ല, ഒളിപ്പിക്കാൻ പാടില്ല, സത്യം തുറന്നു പറയണം, ഉള്ളത് തുറന്നു പറയണമെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ നീതിന്യായ പ്രമാണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവൻ മാത്രമല്ല, ആ തെറ്റ് ചെയ്യുന്നത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവനും കുറ്റവാളിയാണെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ നിയമലംഘനങ്ങൾ കണ്ടാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം, വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല വാഹനങ്ങളുടെയും പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് മോശമായിട്ടാണെങ്കിൽ, ഞാൻ റഫായിട്ടാണ് പോകുന്നതെങ്കിൽ ദെൻ വാട്സാപ്പ് വീഡിയോ ആ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്തെങ്കിലും മാലിന്യം റോഡിൽ കൊണ്ടിട്ടാൽ അതുവരെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നവർക്ക് അതിന് സമ്മാനം ഗവൺമെൻറ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് CCTVകളുടെ സർവൈലൻസിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ CCTV വെച്ചിട്ടുണ്ട്, ഇവിടെ മാലിന്യം ഇടുന്നവന് 2000 രൂപ പിഴ. അപ്പോൾ അങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതായത് നിങ്ങൾ CCTVയുടെ സർവൈലൻസിലാണെന്ന് പറയുമ്പോൾ മനുഷ്യൻ സ്വയം നീതീകരിക്കപ്പെടാൻ ശ്രമിക്കും. തെറ്റ് ചെയ്യാൻ പ്രേരണയുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്തിരിയും. കാരണം പേടിക്കുന്നത് ദൈവത്തെയല്ല, സമൂഹത്തോടുള്ള നന്മയുമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ CCTVകളെ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് പറയുന്നത് പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പാപം മറയ്ക്കുക എന്ന് വെച്ചാൽ തെറ്റിന് കുട ചൂടുക എന്നുള്ളതല്ല, മറപിടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. നമുക്കറിയാം, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയും, അയ്യോ അത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ പറയും, അവൻ ചെറുപ്പമല്ലേ, അവൻ മാറിക്കോളും, ഇനിയും മാറിക്കോളും. അത് 25 വയസ്സായാലും 30 വയസ്സായാലും നമ്മൾ പറയും, അവൻ ഇനിയും മാറിക്കോളും, അവൻ ഇനിയും നന്നായി വന്നോളും. അതേസമയം നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ, നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ, നമ്മളുടെ ഏതെങ്കിലും അല്ലെങ്കിൽ ശത്രുക്കളുടെ ഒരു കാര്യം വരികയാണെങ്കിൽ ആ വിധം അങ്ങ് മാറും. ഇവനല്ല, ഇവൻ്റെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയുള്ളതാണ്, ഇത് പാരമ്പര്യ ഗുണമാണ്, ജാത്യാലുള്ളത് തേച്ചാൽ മാറത്തില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഹൃദയംഗമായിട്ട് ഒരു കാര്യം കൃത്യമായിട്ട് പ്രാർത്ഥനയോടുകൂടി ഓർക്കണം. പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ദൈവം പാപം മറയ്ക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുന്ന ചില തലങ്ങളുണ്ട്. അതായത് മനുഷ്യൻ മറയ്ക്കണ്ട. നമ്മളൊക്കെ സ്വന്തമായിട്ട് പലപ്പോഴും മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളും ഞാനുമൊക്കെ എത്രമാത്രം ശ്രമിച്ചാലും ഓടി നടന്നാലും മറയ്ക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം പിന്നെയും പൊങ്ങി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്താൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ സ്വയം മറയ്ക്കാതെ, സ്വയം ന്യായീകരിക്കാതെ ലംഘനക്ഷമയും പാപമോചനവും ദൈവത്തോട് യാചിക്കുന്ന ഒരനുഭവം ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും മുൻപോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യം ആലോചിച്ചോണം. ഇന്നത്തെ കാലത്ത് ഓരോന്നും മറയ്ക്കാൻ മനുഷ്യനെടുക്കുന്ന റിസ്ക് വലുതാണ്. കൂട്ടുകാരോട് ചേർന്ന് തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്, സമൂഹവുമായി ചേർന്ന് തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന് പേടിക്കുന്നവരുമുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലയോ, ഒരു മാപ്പ് സാക്ഷി ആയാൽ എന്താ, അല്ലെങ്കിൽ എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞിട്ട് സമാധാനത്തോടിരുന്നാൽ എന്താ, പലപ്പോഴും നമ്മൾ ചിന്തിക്കും. ഈ അടുത്തിടയ്ക്ക് നമ്മൾ പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ടല്ലോ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 14-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനൊരു ദുരനുഭവം നേരിട്ടപ്പോൾ ഉപദ്രവിക്കാൻ വന്നവനെ അദ്ദേഹം തന്നെ തൊഴിച്ച് തോട്ടിലേക്കിടുകയും ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു. എന്നാൽ മരണപ്പെട്ടവൻ എങ്ങനെ മരിച്ചുവെന്ന് കണ്ടെത്തുവാൻ തക്കവണ്ണം ആർക്കും കഴിഞ്ഞില്ല, പോലീസിനോ മറ്റ് നിയമ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല. എന്നാൽ കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം, 40-45 വർഷത്തിന് ശേഷം ആ മനുഷ്യൻ ഉറക്കമില്ല, ഊണില്ല. അവൻ തുറന്ന് പറയുന്നു, ഞാനാണ് ഇന്ന മരണത്തിന് കാരണമായത്. പോലീസുകാർക്ക് പോലും അറിയത്തില്ല. അവസാനം അതിൻ്റെ ആ ഹിസ്റ്ററി തപ്പിയെടുത്ത് ആ മനുഷ്യൻ പറഞ്ഞ കാര്യം കണ്ടെത്തുകയായിരുന്നു. ചില കാര്യങ്ങൾ നമ്മളെ സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതുണ്ട്.
അതുകൊണ്ട് നിങ്ങളും ഞാനും മറച്ചു വയ്ക്കുന്ന ബലഹീനതകൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ബലഹീനതകൾ എൻ്റെ ദൈവത്തോട് അറിയിച്ചാൽ അവൻ ക്ഷമിച്ചു തരും. ഇന്ന് മനുഷ്യരോട് പലതും പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബാധ്യതയാണ്. ഇന്ന് പലരും പറയുന്നുണ്ട്, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്തോടിരുന്നപ്പോൾ ചില കാര്യങ്ങൾ ചിലരോട് തുറന്നു പറഞ്ഞതാണ്. അത് പലർക്കും ഒരു വെല്ലുവിളിയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, ഞങ്ങൾ സാധുക്കളാണ്, പക്ഷേ നിൻ്റെ മക്കളാണ്. ആ നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി തരണം. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനെൻ്റെ, കൈവിടില്ലൻ കർത്തനെന്നെ. കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. അതേ പ്രിയപ്പെട്ടവരെ, 32 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്താൽ ലംഘനം ക്ഷമിക്കുകയും പാപം മറയ്ക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണം. മനുഷ്യരാൽ മറയ്ക്കപ്പെടുവാനുള്ള മറവുകൾ തേടി പോകുന്നതിന് പകരം അത്യുന്നതൻ്റെ മറവ് കണ്ടെത്തണം, അത്യുന്നതൻ്റെ സ്നേഹം കണ്ടെത്തണം. മറ്റുള്ളവർ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ അപഹസിക്കുന്ന അനുഭവത്തിനപ്പുറം ദൈവം ക്ഷമിച്ചോ എന്ന് പ്രാർത്ഥനാപൂർവ്വം അന്വേഷിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ മറവ് നിന്നിലാകുന്നു, എൻ്റെ ബലഹീനതകൾ മറയ്ക്കുന്നത് നീയാകുന്നു. നീ മറച്ചാൽ ഞാൻ എവിടെ ചെന്നാലും നിരാശപ്പെടുകയില്ല. എൻ്റെ പാപം ദൈവമേ നീ ക്ഷമിച്ചാൽ ആർക്കും അത് തുറക്കാനും കഴിയുകയില്ല. എൻ്റെ കുറവുകളും ഇല്ലായ്മകളും നീ മറച്ചു വെച്ചാൽ ശക്തനായി തികഞ്ഞവനായി ഞാൻ മാറ്റപ്പെടുമെന്നെനിക്ക് ഉറപ്പുണ്ട്. വീണ്ടും വായിക്കുന്നു, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കാപഠ്യമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. സങ്കീർത്തനക്കാരൻ ഹൃദ്യമായിട്ട് വീണ്ടും പറയുന്നു, അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കാപഠ്യമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ദൈവത്താൽ ക്ഷമിക്കപ്പെടണം, പാപം ദൈവത്താൽ മറയ്ക്കപ്പെടണം. അതൊരു ഭാഗ്യാവസ്ഥ. വീണ്ടും അടുത്ത ഭാഗ്യാവസ്ഥ, യഹോവ അകൃത്യം കണക്കിടാതിരിക്കണം, ആത്മാവിൽ കാപഠ്യമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കാപഠ്യമില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ്. ഇന്ന് മനുഷ്യനെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സലിവെന്ന് പറയുന്നത് ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സുറിയാനി ക്രിസ്ത്യാനികളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ 4-ാം ക്രമത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്. ധനികനു ദീനതയില്ലെങ്കിൽ ധനമാലംബം നൽകില്ല, ദീനനു ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയാകില്ല. യഥാർത്ഥത്തിൽ വേഗം വന്ന് തീടേണമെന്ന് തുടങ്ങുന്ന പാട്ടിൽ അതിൻ്റെ ആശയഗതി ഒരു രീതിയിൽ പറഞ്ഞാൽ പല ചിന്താധാരകൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുകയാണ്, ഒരുപക്ഷെ നമുക്ക് പാടി വരുന്നവന് അത്ര അവിടെ അത് കോണ്ടസ്റ്റിലാണെന്നോ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ എന്നാലും എടുത്തിടുകയാണ്, ധനവാനാണ്, പക്ഷേ അവന് മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കണം, എന്നാലേ അവൻ്റെ ധനം കൊണ്ട് പ്രയോജനമുള്ളൂ. വീണ്ടും പറയുകയാണ്, ദീനന് ശുദ്ധത വേണം. ഇനി ചില മനുഷ്യരുണ്ട് ദീനരാണ്, ഒത്തിരി കുറവുകളുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഒന്നുമില്ലാത്തവരാണ്, മറ്റുള്ളവർക്ക് കണ്ടാൽ തന്നെ സഹാനുഭൂതി തോന്നിപ്പോകും. പക്ഷെ അവന് പോലും ശുദ്ധതയില്ലെങ്കിൽ അവൻ്റെ ദീനത കൊണ്ടും പ്രയോജനമില്ല. അവൻ പാവമാണെന്ന് പറഞ്ഞിട്ടോ, ഇല്ലാത്തവനാന്ന് പറഞ്ഞിട്ടോ, കരയുന്നവനാന്ന് പറഞ്ഞിട്ടോ, ദൈന്യത കാണിക്കേണ്ടവനാണെന്ന് തോന്നിയിട്ടോ ഒന്നും കാര്യമില്ല.
ശുദ്ധതയെന്ന് പറയുന്നത് ആത്മാവിൽ കപടമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ചില മനുഷ്യരൊക്കെ ഒത്തിരി ഒരുപാട് അധാർമിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പോലും അവർക്കുള്ള ചില സഹാനുഭൂതിയുടെ അനുഭവമുണ്ട്. എന്ന് വെച്ച് സഹാനുഭൂതി കാണിച്ചിട്ട് അധാർമികത കാണിക്കാമെന്നല്ല. മനുഷ്യൻ്റെ എല്ലാ അനുഭവത്തിലും ഒരു സഹാനുഭൂതി വേണം. നമ്മുടെ മുൻപിലൂടെ കടന്നു വരുന്ന ചെറിയൊരു വെട്ടിൽ നമ്മുടെ എതിരെ കടന്നു വരുമ്പോൾ, ചാടി വരുമ്പോൾ, അതെന്നോട് പോരടിക്കുകയാണ്, എൻ്റെ മുമ്പിൽ വന്ന് ചാടി തുള്ളുകയാണെന്ന് പറഞ്ഞ് അതിനെ ചവിട്ടി അരയ്ക്കുന്ന അനുഭവമല്ല. നമുക്ക് പോരടിക്കാൻ തക്കവണ്ണം അർഹതയില്ലാത്തവരോട് നമ്മൾ അതിന് പോകരുത്. ചില മനുഷ്യർ തീരെ സാധുക്കളാണ്. അവരുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒക്കെ അവർ വളരെ ഭാരപ്പെടുന്നുണ്ട്, അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ അടിച്ചില്ലാതാക്കാൻ പോകരുത്. നമ്മൾ പറയത്തില്ല, ചിലരൊക്കെ പറയും പോട്ടെന്ന്, എങ്ങനെയും ജീവിച്ചു പൊയ്ക്കോട്ടെ, എങ്ങനെയും മുൻപോട്ട് പൊയ്ക്കോട്ടെ. ചിലരെയൊക്കെ നമ്മൾ വിട്ടേക്കണം പ്രിയമുള്ളവരെ. കാപട്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥ അതാ. നഥനയേലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. എത്ര പേരെക്കുറിച്ച് പറയാൻ പറ്റും? എല്ലാവർക്കും ബുദ്ധി കൂടുമ്പോൾ, ശക്തി കൂടുമ്പോൾ, സമ്പത്ത് കൂടുമ്പോൾ വിമർശിക്കാനും നിന്ദിക്കാനുമുള്ള മനസ്സാണ് കൂടുന്നത്, ദുഷിക്കാനുള്ള മനസ്സാണ് കൂടുന്നത്, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാനുള്ള മനസ്സാണ് കൂടുന്നത്. എന്നെ ദൈവം കണ്ണടച്ച് വിട്ടേക്കുക പല കാര്യത്തിലും ജീവിക്കാൻ. നീ ജീവിച്ചു പോ. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരോടും ഇത് തന്നെ ഉണ്ടാകണം. 1000 താലന്ത് കടപ്പെട്ടവന് യജമാനൻ ക്ഷമിച്ചു കൊടുത്തപ്പോൾ അവൻ ചെന്ന് 100 താലന്ത് കടപ്പെട്ടവനെ കഴുത്തിന് പിടിച്ച് ഞെക്കി തടവറയിലേക്ക് ഇട്ടു എന്ന് തിരുവചനത്തിൽ കർത്താവ് ഉപമയായിട്ട് പറയുന്നുണ്ട്. കാപട്യമില്ലാതിരിക്കട്ടെ, നിർമ്മലരും നിഷ്കളങ്കരുമായിരിക്കട്ടെ. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാനും മറക്കേണ്ട കാര്യങ്ങൾ മറക്കുവാനുമുള്ള ശക്തി ദൈവം നമ്മൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.